നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൈൽ ഫുഡ് സ്റ്റഫ് മൂക്കന്നൂർ അങ്കമാലി, പവർഡ് ബൈ ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, സിറ്റി ടവർ, സിറ്റി വെയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. വയനാട് ദുരന്തം ഊതിവീർപ്പിച്ച കണക്ക് കൊടുത്താൽ കേന്ദ്ര ഫണ്ട് കിട്ടില്ലെന്ന് VD സതീശൻ. സർക്കാരിന് വിമർശനം. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട കേരളത്തിന് വേണ്ടത് പ്രത്യേക പാക്കേജെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഊതിപ്പെരുപ്പിച്ച കണക്ക് കൊടുത്താൽ കേന്ദ്ര സർക്കാർ പണം നൽകില്ല. അങ്ങനെ ഒരു കാലത്തും സംസ്ഥാനത്തിന് പണം ലഭിച്ചിട്ടില്ല. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പണം കിട്ടിയിട്ടുമില്ല. കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥർക്ക് ഇത്തരം കള്ളക്കളികൾ അറിയാമെന്നും VD സതീശൻ പറഞ്ഞു. പയ്യന്നൂരിൽ വൻ തീപിടുത്തം, സൂപ്പർ മാർക്കറ്റ് കത്തിനശിച്ചു. പയ്യന്നൂരിൽ ഷോപ്രിക്സ് സൂപ്പർ മാർക്കറ്റിൽ വൻ തീപിടുത്തം. ചൊവ്വാഴ്ച രാത്രി 11 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. 2ാം നിലയിൽ നിന്നും പുകയുയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടവർ അഗ്നിരക്ഷാസേനയെ വിവരം അറിയിക്കുകയായിരുന്നു. പയ്യന്നൂരിൽ നിന്നുള്ള അഗ്നിരക്ഷാസേനാ സംഘം മണിക്കൂറോളം ശ്രമപ്പെട്ടാണ് തീയണച്ചത്. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ സ്റ്റോക്ക് ചെയ്ത സ്ഥലത്താണ് തീപിടുത്തം ഉണ്ടായത്. സമീപത്തെ കടകൾക്കും കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. പുട്ട് രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. റേഷൻ കാർഡ് ബയോമെട്രിക് മസ്റ്ററിംഗ് ഇന്നു മുതൽ പൂർത്തിയാക്കുക 3 ഘട്ടങ്ങളിലായി. ആദ്യം തിരുവനന്തപുരത്ത്. സാങ്കേതിക തടസ്സങ്ങൾ കാരണം നിർത്തിവച്ച റേഷൻ കാർഡ് ഉടമകളുടെ ബയോമെട്രിക് മസ്റ്ററിംഗ് പുനരാരംഭിച്ചു. ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം ജില്ലയിലാണ് മസ്റ്ററിംഗ് നടക്കുക. ഇന്നു മുതൽ സെപ്റ്റംബർ 24 വരെയാണ് തിരുവനന്തപുരത്തെ മസ്റ്ററിംഗ്. 2ാം ഘട്ടമായി കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ എന്നീ ജില്ലകളിൽ മസ്റ്ററിംഗ് നടത്തും. സെപ്റ്റംബർ 25 മുതൽ ഒക്ടോബർ 1 വരെയായിരിക്കും മസ്റ്ററിംഗ്. അതിനുശേഷം 3ാം ഘട്ടത്തിൽ പാലക്കാട്, വയനാട്, കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മസ്റ്ററിംഗ് ഉണ്ടാകും. ഒക്ടോബർ 3 മുതൽ 8 വരെയാണ് ഈ ജില്ലകളിൽ സൌകര്യം ഒരുക്കുക. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ മുരളീധരൻ. പൊതുയോഗത്തിന് പറ്റിയ നേതാക്കൾ സംസ്ഥാനത്തില്ലെന്ന് വിമർശനം. സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ മുരളീധരന്റെ വിമർശനം. ഒരു പൊതുയോഗത്തിന് ഇണങ്ങുന്ന നേതാക്കൾ ഇന്ന് കേരളത്തിലെ കോൺഗ്രസിൽ ഇല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് വെള്ളയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓരോ വിജയങ്ങളും അംഗീകാരങ്ങളും ആദരവുകളും എല്ലാം ജീവിതകാലം മുഴുവൻ ഓർമ്മിച്ചിരിക്കേണ്ടതാണ്. പേജ് സൊല്യൂഷൻസ് ട്രോഫികൾ, മൊമെന്റോകൾ, മെഡലുകൾ, ID കാർഡുകൾ, പ്രിന്റഡ് ടീഷർട്സ് എന്നിവയ്ക്കായി കഴിഞ്ഞ 20 വർഷത്തെ സേവന പാരമ്പര്യം. പേജ് സൊല്യൂഷൻസ്, നിയർ ഗവൺമെന്റ് UP സ്കൂൾ, അഴകം, അങ്കമാലി. തൃശൂരിനെ വിറപ്പിക്കുവാൻ ഇന്ന് പുലികളിറങ്ങും. സ്വരാജ് റൌണ്ടിൽ ഗതാഗത നിരോധനം. വൈകിട്ട് 5-ന് ഫ്ളാഗ് ഓഫ്. തൃശൂർ സ്വരാജ് റൌണ്ടിനെ വിറപ്പിക്കുവാൻ ഇന്ന് പുലികളിറങ്ങും. ശക്തന്റെ തട്ടകത്തെ ത്രസിപ്പിക്കുവാനായി 350-ലേറെ പുലികളാണ് ഇറങ്ങുക. പുലിക്കളിയിൽ പാട്ടുരായ്ക്കൽ സംഘമായിരിക്കും ആദ്യം സ്വരാജ് റൌണ്ടിൽ പ്രവേശിക്കുക. പുലിക്കളിയുടെ ഭാഗമായി തൃശൂരിൽ പോലീസ് സുരക്ഷയും ശക്തമാക്കിയിട്ടുണ്ട്. സ്വരാജ് റൌണ്ടിലേക്ക് വാഹനങ്ങളെ പ്രവേശിപ്പിക്കില്ല. 7 സംഘങ്ങളിലായി 350 പുലികളാണ് ആകെ ഉണ്ടാവുക. 35 മുതൽ 51 വരെ പുലികളാണ് ഓരോ സംഘങ്ങളിലും ഉള്ളത്. ഉച്ചതിരിഞ്ഞ് 3 മണിയോടെ സംഘങ്ങൾ മടവിട്ടിറങ്ങും. വൈകിട്ട് 5-ന് നായ്ക്കനാലിൽ പാട്ടുരായ്ക്കൽ ദേശം പ്രവേശിക്കുന്നതോടെയാണ് ഫ്ളാഗ് ഓഫ് നടക്കുക. ബസ് കാത്തുനിന്ന 7 വയസ്സുകാരിക്ക് വൈദ്യുതി പോസ്റ്റിൽ നിന്നും ഷോക്കേറ്റു. സംഭവം കോട്ടയത്ത്.
കോട്ടയം കിഴത്തടിയൂരിൽ വൈദ്യുതി പോസ്റ്റിൽ നിന്നും 7 വയസ്സുകാരിക്കും ബന്ധുവിനും ഷോക്കേറ്റു. കുര്യനാട് സ്വദേശിനിയായ ആരാധ്യയ്ക്കാണ് വൈദ്യുതാഘാതമേറ്റത്. കുട്ടിയെ രക്ഷിക്കുന്നതിനായി ശ്രമിച്ച ബന്ധുവിനും വൈദ്യുതാഘാതമേറ്റു. ആശുപത്രിയിൽ നിന്നും മടങ്ങവേ ബസ് കയറുവാൻ പാലാ കിഴത്തടിയൂർ ജംഗ്ഷൻ സമീപം എത്തിയപ്പോഴായിരുന്നു സംഭവം. പോസ്റ്റിന്റെ വശങ്ങളിലായി ഒരു അപായ സൂചനയും ഉണ്ടായിരുന്നില്ലെന്ന് ബന്ധു പറഞ്ഞു. കുട്ടി ഇപ്പോൾ ICUവിൽ ചികിത്സയിലാണ്. ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നുവെന്നും ആശുപത്രി അധികൃതർ പറയുന്നു. നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണതയേകുവാൻ പുതുപുത്തൻ മോഡലുകളിലുള്ള വർണ്ണവസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ. ലേഡീസ് ബാഗ്, സ്കൂൾ ബാഗ്, ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ്. സെറ്റി ടവർ ഓപ്പോസിറ്റ് KSRTC ബസ് സ്റ്റാൻഡ്, അങ്കമാലി. ഫോൺ 0484245555. ഉദയനിധി സ്റ്റാലിൻ തമിഴ്നാട് ഉപമുഖ്യമന്ത്രി അയക്കും. തമിഴ്നാട്ടിൽ ഉദയനിധി സ്റ്റാലിൻ ഉപമുഖ്യമന്ത്രി അയക്കും. ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ. ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാകാനാണ് സാധ്യത. നിലവിൽ യുവജനക്ഷേമ കായിക വകുപ്പ് മന്ത്രിയാണ് ഉദയനിധി സ്റ്റാലിൻ. കരുണാനിധി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ മകൻ MK സ്റ്റാലിൻ ഉപമുഖ്യമന്ത്രി ആയിരുന്നു. ഇന്ന് 11:30 ഒരു ചടങ്ങുണ്ട്. അതിൽ നിർണായക തീരുമാനം ഉണ്ടായേക്കും. എന്നാൽ ഇക്കാര്യത്തിൽ പാർട്ടിക്കുള്ളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട്. കഴക്കൂട്ടത്ത് നിർത്തിയിട്ട കാറിൽ നിന്നും ദുർഗന്ധം. 3 ദിവസം പഴക്കമുള്ള മൃതദേഹം. മരിച്ചയാളെ തിരിച്ചറിഞ്ഞു. തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടത്ത് കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ആളെ തിരിച്ചറിഞ്ഞു. ജോസഫ് പീറ്റർ എന്നയാളാണ് മരിച്ചതെന്ന് പോലീസ് വ്യക്തമാക്കി. SN ജംഗ്ഷനിൽ നിർത്തിയിട്ട കാറിന്റെ പിൻ സീറ്റിലാണ് ഇയാളുടെ മൃതദേഹം കണ്ടെത്തിയത്. ജസ്റ്റിസ് നിതിൻ ജംദാർ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആകും. നിർദ്ദേശം ആവർത്തിച്ച് സുപ്രീം കോടതി കൊളീജിയം. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിതിൻ S ജംദാറിനെ നിയമിക്കുവാനുള്ള നിർദ്ദേശം ആവർത്തിച്ച് സുപ്രീം കോടതി കൊളീജിയം. ചീഫ് ജസ്റ്റിസുമാരുടെ നിയമനത്തിൽ കേന്ദ്രം നേരത്തെ എതിർപ്പ് അറിയിച്ചിരുന്നു. ഇതേ തുടർന്ന് 3 നിയമനങ്ങളിൽ കൊളീജിയം മാറ്റം വരുത്തി. കേരളത്തിലേക്കുള്ള നിയമനത്തിൽ മാറ്റം വേണ്ടെന്നാണ് തീരുമാനം. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം. മയിലിന്റെ അപ്പം പൊടിയുണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം. കൊതിപ്പിക്കുന്ന നല്ല 1-ാം തരം അപ്പവും പത്തിരിയും. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം.